ഹായ് ഫ്രണ്ട്സ്, ഇന്ന് യാത്ര പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കാഞ്ഞിരംകൊല്ലിയിലേക്കാണ്. കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം 1.25 മണിക്കൂറോളം ബൈക്കിൽ യാത്രയുണ്ട് അവിടത്തേക്ക്. അത്യാവശ്യം നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് ഇരിക്കൂർ എത്തിയതിന് ശേഷം അവിടെ നിർത്തി 5 മിനിറ്റ് റെസ്റ്റ് എടുത്ത് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷമാണ് യാത്ര തുടർന്നത്. ഇരിക്കൂർ കഴിഞ്ഞാൽ പിന്നെ മലയോരം ഹൈവേ സ്റ്റാർട്ടായി. അപ്പോൾ ഈ മലയോര ഹൈവേ ആകുമ്പോൾ അത്യാവശ്യം വെയിലിൻ്റെ പ്രശ്നമൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ ട്രാഫിക്കിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല. നമ്മൾ യാത്ര തുടരുന്നതിൻ്റെ മുമ്പിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വണ്ടീൻ്റെ കണ്ടീഷനും അതുപോലെ ടയറിൻ്റെ കണ്ടീഷനും പക്കയായിരിക്കണം. കാരണം ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പോ മെക്കാനിക്കോ നമുക്ക് അടുത്തൊന്നും അവൈലബിൾ ആയിരിക്കില്ല. അതുമാത്രമല്ല, സ്പെയറായിട്ട് ക്ലച്ച് കേബിളും ആക്സിലേറ്റർ കേബിളും കുറച്ച് ടൂൾസും കയ്യിലുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ചെറിയ ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായി ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ യാത്രകളൊക്കെ ലോ ബഡ്ജറ്റ് യാത്രകളാണ് ഞാൻ പ്ലാൻ ചെയ്യാറ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടീൻ്റെ കണ്ടീഷൻ മുൻകൂട്ടി നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് ഞാൻ പറയാൻ കാരണം. അളകാവലി വാട്ടർഫോൾസിലേക്കാണ് ഞാൻ ആദ്യം അവിടെ എത്തിയപ്പോൾ പോയത്. ഞാൻ പോകുന്ന സമയത്ത് സ്കൂൾ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവർ പോകുന്നവരെ വെയിറ്റ് ചെയ്തു. അവർ പോയതിന് ശേഷം 2-3 ഫാമിലീസ് ഉണ്ടായിട്ടുള്ളൂ. ഉച്ച ഉണഞ്ഞ സമയമായതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ഏകദേശം 1 മണിക്കൂറോളം വെള്ളച്ചാട്ടത്തിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. മഴക്കാലം ഏകദേശം കഴിയാറായ സമയത്താണ് ഞാൻ ഈ സ്പോട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന പാകത്തിലാണ് വെള്ളം ഉണ്ടായിരുന്നത്. വേനൽക്കാലം ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഈ സ്പോട്ടിലേക്ക് പോകാനാണെങ്കിലും പിന്നെ അവിടുന്ന് ഇറങ്ങി കുളിക്കാനാണെങ്കിലും വലിയ റിസ്ക് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ചെറിയ കുട്ടികളൊക്കെ കൂട്ടി ധൈര്യമായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പോയ 2 സ്ഥലങ്ങളിലും പാർക്കിംഗ് ഫീസും എൻട്രൻസ് ഫീസും കൊടുക്കേണ്ടതാണ്. അവിടെ നിന്ന് ഞാൻ പിന്നെ പോയത് ശശിപ്പാറ വ്യൂ പോയിൻറ്റിലേക്കാണ്. ഒരു ഡീപ്പ് ഏരിയയുടെ ലോങ് വ്യൂ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഏരിയയിൽ നിന്നും ജസ്റ്റ് എൻട്രൻസ് പോയിൻറ്റിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വ്യൂ പോയിൻറ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റും. കൂടുതൽ ആൾക്കാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. മനസ്സിന് നല്ല സമാധാനം കിട്ടുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോയ സമയത്ത് നല്ല ക്ലിയർ വ്യൂ ആയിരുന്നു. വെയിൽ ഒട്ടും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ലൈറ്റ് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അവിടെ. ഈ കൊക്കയുടെ താഴ്വാരത്തൊരു റിസോർട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ടോപ്പിൽ നിന്നും കുറേ ബാച്ചിലേഴ്സ് നല്ല സൗണ്ടിൽ പാട്ട് വെച്ച് ചില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുന്ന് വെച്ച പാട്ട് ഈ വ്യൂ പോയിൻ്റിൻ്റെ ടോപ്പിൽ എനിക്ക് കേൾക്കാമായിരുന്നു. മഴക്കാലമായതുകൊണ്ട് റോഡിൻ്റെ അവസ്ഥ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുമാത്രമല്ല, നല്ല കയറ്റവും നല്ല ഇറക്കവുമുള്ള റോഡുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സന്ധ്യ ആവാറായ സമയത്ത് ഞാൻ അവിടെ നിന്ന് മടങ്ങി. ഈ വീഡിയോ കാണുന്ന നിങ്ങളാരെങ്കിലും ഇവിടത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ കമൻറ്റ് ഷെയർ ചെയ്യുക.